ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഇത് നമ്മൾ തഞ്ചാവൂർ സിൽക്സിൽ നിന്ന് വാങ്ങിയൊരു സാരിയാണ്. എനിക്ക് വേണ്ടി 2 സാരി മേടിച്ചു. അതിൽ ഒരു സാരി മസ്റ്റേർഡ് യെല്ലോ. ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസ് ഗ്രീനിൽ ബൂട്ടാസ് ഉള്ളതാണ്. അത് തയ്ച്ചാലേ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ബ്ലൗസ് ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ എടുത്തു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ തഞ്ചാവൂർ വിട്ട് കുംഭകോണത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സിറ്റിയൊക്കെ വിട്ട് നിൽക്കുകയാണ് ഞാൻ. ഒരു ഗ്രാമപ്രദേശം, നമ്മുടെ നാട് പോലെ വയലും തെങ്ങും അങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട്. ഇവിടെ മുളയുണ്ട്, ആലുണ്ട്, ഇങ്ങനെ രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലൂടെ വെണ്ണാർ ഒഴുകുന്നുണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ആറ്, ദാറ്റ് ഈസ് വെണ്ണാർ. കുറച്ച് വെള്ളമൊക്കെ ബാക്കിയുള്ളൊരു ആറാണ് എപ്പോഴും വെണ്ണാറിൽ വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിവേ, ഇതെന്ന് പറയുന്നത് നമ്മൾ തഞ്ചാവൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഇപ്പോൾ ഒരു 6-7 കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 6 കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ വേറൊരു വില്ലേജിലേക്ക് എത്തും, ഒരു ഗ്രാമം. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഫസ്റ്റ് പോയിട്ട് നമ്മുടെ കൂടെ ലോറൻസ് എന്ന് പറഞ്ഞ ഓട്ടോ ഫ്രണ്ടില്ലേ, പുള്ളിക്കാരനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുള്ളിക്കാരനെ കൊണ്ടുവിടാം, ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് കാണാം, സന്തോഷം പങ്കിടാം. അങ്ങനെ അപ്പോൾ പോകുന്ന പോക്കിന് അദ്ദേഹത്തിനെ വിട്ടിട്ട് പോകാം. അപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു 5-6 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള യാത്ര ലോറൻസിൻ്റെ വീട്ടിലേക്കാണ്. പുള്ളിയെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് ഇതേ റൂട്ടിലൂടെ തിരിച്ചു പോകും. എന്നിട്ട് കുംഭകോണം റൂട്ടിലേക്ക് തിരിഞ്ഞു പോകണം. ഓക്കെ, ഇത് ഓൺ ദ വേ ആണ്. കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം കുംഭകോണം, ഇതിപ്പോൾ തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലേക്കുള്ള യാത്ര. കുംഭകോണം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൻ്റെ പാർട്ടാണ്. ഇറ്റ്സ് എ ടെമ്പിൾ സിറ്റി. ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്, ഒരുപാട് ഭക്ഷണ പെരുമയുള്ള സ്ഥലമാണ്. കുംഭകോണം ഫിൽറ്റർ കോഫിയുടെ ഒരു കേന്ദ്രമാണ്. തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിച്ചി കണ്ടതുപോലെ, ട്രിച്ചി ഒരു വളരെ വലിയ ബിഗ് സിറ്റിയാണ്, ഭയങ്കര ഡെവലപ്ഡാണ്. തഞ്ചാവൂർ അങ്ങനെ ഓവർ ഡെവലപ്ഡ് അല്ല, അതൊരു ഭയങ്കര ഓവറായിട്ടുള്ളൊരു സിറ്റിയെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് ടെമ്പിൾ ടൂറിസമാണ് മെയിൻ. പിന്നെ അവരുടെ തന്നെ ഹെറിറ്റേജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, തഞ്ചാവൂർ ആർട്ടിസ്റ്റുകളുടെ എല്ലാം പെയിൻറ്റിങ്സ്, അങ്ങനത്തെ ഡാൻസിങ് ഡോൾസ്, അങ്ങനെ കുറച്ച് അങ്ങനത്തെ ആർട്ട് വർക്ക് പ്ലസ് വീണ, ഒരു ട്രഡീഷണൽ ഒരു സ്ഥലമാണ്. പ്ലസ് ടെമ്പിൾ, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ട്രിച്ചി പോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ 2-3 ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ അങ്ങനെയല്ല, അവിടെ ക്ഷേത്രങ്ങളുടെ നഗരിയാണ് കുംഭകോണം. അപ്പോൾ യാത്ര തുടങ്ങാം, കൂടെ വരിക. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രയ്ക്ക് നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എന്താ പറയേണ്ടത് അറിയില്ല. അതെന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാണ്, കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ ഇനിയും യാത്ര തുടരാം, കയറട്ടെ. അപ്പോൾ ഇനി ലോറൻസിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകും. ഓക്കെ, കുംഭകോണം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, തമിഴ് കൊഞ്ചം തരും. അങ്ങനെ നമ്മളിവിടെ ലോറൻസിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇത് തനി ഗ്രാമം. വന്ന വഴിയെല്ലാം കണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലോറൻസ് കം ഹിയർ. നമ്മുടെ ഓട്ടോ സുഹൃത്താണ്. കുട്ടികൾ 3 പേരാണ്, പക്ഷെ അവരാരും ഇവിടെ ഇല്ല. വൈഫിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, അമ്മയുടെ വീട്ടിലേക്ക്. ഇത് വയലുണ്ട്. ഓ നൈസ്. ഇത് തനി ഗ്രാമമാണ് കേട്ടോ. ഇത് സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്ററോളം, അല്ലേ 12 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ പക്കം. 12 കിലോമീറ്റേഴ്സ് 10 കിലോമീറ്റർ കൂടുതൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. തഞ്ചാവൂർ നിന്ന് മെയിൻ സിറ്റി ഗുഡല്ലൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. കസേര ഒന്നും വേണ്ട, ചെയറൊന്നും വേണ്ട. ഇവിടെ ഒരു പട്ടിയുടെ കുഞ്ഞ് കുറേ ഉണ്ട് കേട്ടോ, നല്ലൊരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. എന്നാ കൃഷി ഇവിടെ? നെല്ല് തന്നെ. ഓ, ഇതെല്ലാം നെൽകൃഷിയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നെൽകൃഷി, അരിയുടെ കൃഷി സ്ഥലം. ഇതിപ്പോൾ കഴിഞ്ഞു അല്ലേ, നെല്ല് കൊയ്ത്ത്. ഇനി മേലെ ഇനി ഒന്നുകൂടി കൃഷി ഇറക്കുന്ന സമയമാണ്. ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു ഗ്രാമം, തനി ടിപ്പിക്കൽ വില്ലേജ്.
ഒരു പീസ്ഫുൾ ലൈഫാണ്. ഇദ്ദേഹത്തിൻ്റെ സിറ്റിയിൽ എല്ലാ ദിവസവും ഓട്ടോ ഓടിക്കാനായിട്ട് ഓട്ടോയും കൊണ്ട് 10 കിലോമീറ്റർ താണ്ടി തഞ്ചാവൂർ സിറ്റിയിലെത്തും. എന്നിട്ടാണ് ഓട്ടോ. നമ്മൾ റാൻഡമായിട്ടാണ് പുള്ളിയെ റോഡിൽ നിന്നാണ് പരിചയപ്പെട്ടത്. എന്നിട്ട് നമ്മൾ ആ ഓട്ടോ 2 ദിവസത്തേക്ക് പുള്ളിയെ 2 ദിവസം എന്ന് പറയാക്കില്ല, ഒരു ദിവസം പുള്ളിയുടെ ഓട്ടോയിൽ ഫുൾ കറങ്ങി. സെക്കൻഡ് ഡേ പുള്ളി ഓട്ടോ എല്ലാം വീട്ടിലിട്ടിട്ട് നമ്മുടെ കൂടെ കാറിൽ ഇറങ്ങി. പുള്ളി ഗൈഡായിട്ട് വന്നു. ആ മാവിൽ മാങ്ങയെല്ലാം കഴിച്ച് കിടക്കുന്നുണ്ടല്ലോ. എന്നെ മാവ് ഇത്, എന്നെ മാങ്ങ, എന്നെ വെറൈറ്റി നാട്ടുമാങ്ങയാ? ഓഹോ, നാട്ടുമാങ്ങയാണ്. പഴുത്താലല്ലേ കായ് പച്ചക്കായാ? പുളിക്ക് വേണ്ട വേണമെങ്കിൽ കഴിയാത്. ഇവിടെ ശരിക്കും തനി ഗ്രാമം. ഇവിടെ ചോദിക്കായിരുന്നു പശുവിൻ്റെ പാല് കറന്ന് വാങ്ങിയിട്ട് വന്ന് ചായ ഇട്ട് തരട്ടെ. ചായ വേണ്ടല്ലോ, നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ലോറൻസിനെ വിട്ടിട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ. അപ്പോൾ വീടും കാണാം, വൈഫിനെ കാണാം. കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അവർ നാട്ടിൽ പോയിരിക്കുമല്ലേ. ഇത് ഓല പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ അത് കുറച്ചൊരു സോഫ്റ്ററാക്കി എടുത്തിട്ടാണ് മെടഞ്ഞെടുക്കുന്നത്. ഈ റൂഫ് കെട്ടാൻ വേണ്ടിയിട്ട് ഓല മെടഞ്ഞെടുക്കാൻ. അതിവിടെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 2 പേരും തന്നെ ഉള്ളി 2. അമ്മ അപ്പ ഒന്നും ഇല്ല അല്ലേ ഇവിടെ? അമ്മ ഉള്ള ഇരിക്കേ? വേറെ കടയ്ക്ക് പോയിരിക്കാ? ഓ, ഇവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അമ്മ കൂടെ ഉണ്ട് പറഞ്ഞു. യെസ്, പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോട്ടാ കലമ്പറ്റു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോണു. ആണോ? കുംഭകോണം പോയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് കുംഭകോണം തിരിഞ്ഞു പോവാം. ഓക്കെ, പോയിട്ട് ഓക്കെ, താങ്ക് യു. കണ്ടതിൽ വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ ലോറൻസ് ரொம்ப ഹെൽപ്പ്. താങ്ക്സ്. ഇത് ഗവൺമെൻറ് തന്ന ഹൗസാ? ഓക്കെ, ഇത് സാധാരണക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അവർ കുറേ ഗവൺമെൻറ് ഹൗസസ് കൊടുക്കുന്നുണ്ട് അല്ലേ, കുറച്ചൊക്കെ. ഓക്കെ, ഇപ്പോഴും മാടുകളുടെ അവിടെ കുറേ പശു, പിന്നെ വളരെ റസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. കുറേ ലേഡീസൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കില്ലേ. പണ്ടത്തെ ഗ്രാമ കാഴ്ചകളാണ്. അത് ഇപ്പോഴൊന്നും കാണാൻ കിട്ടാറില്ല, പക്ഷെ ഇവിടെയൊക്കെ വന്നപ്പോൾ കാണാം. അവർക്കൊരു കൗതുകം, ഇത് ആര് വന്നു, ലോറൻസിൻ്റെ ഏത് ഫ്രണ്ടാണ് വന്നിട്ട് പോണേന്ന്. പോയിട്ട് വരാം. ഓക്കെ, അതെല്ലാം അങ്ങോട്ട് ഫ്രണ്ട്സാ? ഓ, വൈഫിൻ്റെ ഫ്രണ്ട്സാണ് അവിടെ നിൽക്കുന്നത്. ഇതൊക്കെ സിമെൻറ്റിൽ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നതാണ് വോളൊക്കെ. മതില് ചുവര്, റെഡിമെയ്ഡ് ചുവര്, സിമെന്റ് ചുവര്. ഇത് ഇവിടുത്തെ സ്കൂളാണ്. അവിടെയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത്. 8ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കാൻ പറ്റും. യെസ്, ഇത് കാണുന്നത് വെണ്ണാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ വെണ്ണാറിലെങ്കിലും വെള്ളമുണ്ട്. കാര്യം കാവേരിയിൽ വെള്ളമേ ഇല്ല, ഒന്നുമില്ല. വെണ്ണാർ ഇസ് ഗുഡ്. അപ്പോൾ ഇത് പക്ഷേ മഴക്കാലം കഴിയുമ്പോൾ ഇവിടെ എന്ത് ഭംഗിയായിരിക്കും എന്ന് പറയും. ഇത് ഫുൾ വെള്ളം, ഫ്രഷായിട്ട് ഫിഷ് ഒക്കെ, ഫിഷിങ്ങും എല്ലാം ആയിട്ട് ഒരു ഗംഭീര വ്യത്യസ്തമായൊരു ആംബിയൻസ് ആയിരിക്കും. ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല. അടിപൊളി വില്ലേജ് സീൻസാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അത് വെള്ളത്തിൽ ആൾക്കാർ കുളിക്കുന്നോ? ഓ, മീൻ പിടിക്കുന്നു. ഓക്കെ, അധികം ഡെപ്തില്ല. ഓക്കെ, വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനിരിക്കുന്നു. വല ഇട്ടിരിക്കുന്നു. ഓക്കെ, വലയിട്ട് മീൻ, ഫ്രഷ് വാട്ടർ ഫിഷ്. അവിടെ എല്ലാം കൃഷി ഭൂമി. ഒരു സൈഡിൽ കത്രിക്ക. ഓ, ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. നമ്മൾ കുംഭകോണം എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ നഗര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ തിരക്ക്. കുറേ കടകളുള്ളൊരു
മാർക്കറ്റ് ഏരിയയിലാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മെയിൻ റോഡ് തന്നെയാണ്, രണ്ട് സൈഡിലും കടകളാണ്. ഇതെല്ലാം ഇവിടെ ഇഷ്ടം പോലെ പാത്രക്കടകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ്. ഇതെല്ലാം കണ്ട് പോകാം. നല്ല രസമാണ്, പക്ഷെ നല്ല തിരക്കുണ്ട്. വാഹനം അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, അതാണ് സത്യം. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഒരു സ്വീറ്റ് ഷോപ്പാണ് മുറാറി സ്വീറ്റ്സ്. ഇത് അതാണ് ഈ ഇടത് സൈഡിൽ കാണുന്നത്. നമുക്ക് പിന്നീട് വരാനുള്ളതാണ് ഇവിടെ മുറാറി സ്വീറ്റ്സ്. ഇതിപ്പോൾ ഏറ്റവും പോഷായിട്ടുള്ള ന്യൂവസ്റ്റ് ഔട്ട്ലെറ്റാണെന്ന് തോന്നുന്നു. പണ്ടത്തെ കട തൊട്ടുള്ളതാണ്. പഴയ കട, പുതിയ കട, നല്ല തിരക്കാണ്. ഇത് വേറൊരു മാർക്കറ്റ് ഏരിയ തന്നെയാണ് കേട്ടോ. ഇതങ്ങോട്ട് കുറേ കടകൾ. ഇപ്പോൾ പ്രധാന ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഇവിടുത്തെ ടെമ്പിൾ പോണ്ടും ഒക്കെ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അതിനെ ചുറ്റിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടും, വലിയ മതിൽക്കെട്ട്. അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ബിഗ് ഷോപ്സും ഉണ്ട്, ഒരുപാട് ബിഗ് ഷോപ്സ്. ഒരു ഹാപ്പനിങ് പ്ലേസ് പോലെ എനിക്ക് തോന്നുന്നു. നല്ല ലൈവ്ലിയാണ്. രാത്രിയാണെങ്കിലും കാഴ്ചകളൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. വലിയ തേർവിളക്ക്, വലിയൊരു തേർവിളക്ക് ഇടത് സൈഡിൽ കാണാം. ഇവിടുത്തെ ടെമ്പിളിൻ്റെ ഉത്സവത്തിനെല്ലാം എടുക്കുന്ന തേർവിളക്ക്. അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് പകൽ വന്ന് കാണാം. വെരി കളർഫുൾ, ഒരുപാട് ലൈറ്റ്സും മാളും ബഹളവും, ഒരു ഹാപ്പനിങ് പ്ലേസ്. അങ്ങനെ കുംഭകോണത്ത് വന്നു, ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ പക്ഷേ സർവീസ് അപ്പാർട്ട്മെൻ്റ് അല്ല കേട്ടോ, ഇതൊരു ഹോട്ടലാണ്. പക്ഷേ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഇത് റെക്കമെൻഡ് ചെയ്ത് വന്നതാണ്. നമുക്ക് രാത്രി കിടക്കുക എന്നുള്ളതാണല്ലോ മെയിൻ, പിന്നെ ഡ്രസ് ചേഞ്ചിങ്. ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഒന്നും വേണ്ട, ഒരു നോർമലി ഗുഡ് നൈസ് ഒരു ബൊട്ടീക്ക് ഹോട്ടലാണ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് എന്താ പറയുക, സിറ്റിയുടെ നടുക്കാണ്, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു മാർക്കറ്റുണ്ട്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോയാൽ വലിയ മാർക്കറ്റാണ്, ബിഗ് മാർക്കറ്റ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ഓട്ടോ പിടിച്ചിട്ട് കുംഭകോണം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കോഫിയുടെ ഉത്ഭവ സ്ഥലമാണല്ലോ. അപ്പോൾ നോക്കട്ടെ, ഡിന്നറും കഴിക്കണം. ഒരു ഫിൽറ്റർ കോഫിയൊക്കെ ഉത്ഭവിച്ചൊരു കടയുണ്ട്, മംഗളംപാൽ. അത് ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരു ഓട്ടോക്കാരനെ തപ്പിയെടുക്കട്ടെ. ഒരു മംഗളംപാൽ കോഫി, ഫിൽറ്റർ കോഫി തെരിയല്ലേ? രണ്ടും தெரியாது. മലയാളം தெரியுமா? മലയാളം തമിഴ് രണ്ടും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് പറയാം. ഓക്കെ. അപ്പോഴേ നമുക്ക് മംഗളംപാലില്ലേ ഫിൽറ്റർ കോഫിയുടെ കട, അവിടെ കൊണ്ടുപോകും. ഓ, ഇതൊരു വലിയ കളർഫുൾ ഓട്ടോയാണ്. അകത്ത് കയറിയപ്പോൾ തന്നെ ലൈറ്റ്സ് ഒക്കെ കത്തുന്നത് കേട്ടോ. എൻ്റെ പൊന്നോ. അങ്ങനെ കുംഭകോണത്തെ ഓട്ടോ സവാരി തുടങ്ങി. ഇതൊരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ ആണ്, നമ്മുടെ ഹോട്ടലിരിക്കുന്ന സ്ഥലം. ഹോട്ടലിൽ നിന്ന് കാലെടുത്ത് പുറത്തേക്ക് വെച്ചാൽ ഇതുപോലെ ഫുൾ കടകളാണ്. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ റോഡിൽ പോയാൽ ബിഗ് മാർക്കറ്റാണ്, വലിയ മാർക്കറ്റാണ്, ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. ഇവിടെ തിരക്കൊഴിഞ്ഞ സമയമില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും തിരക്കതേ നോക്കുന്നു. വൈബ്രൻസി. എനിക്ക് ഓട്ടോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഓട്ടോ സവാരി. ഓക്കെ. തിരക്ക് പിടിച്ച സ്ട്രീറ്റിലാണ് എത്തിയിരിക്കുന്നത്. മംഗളംപാൽ കോഫി കട, പഴയ കട എന്ന് പറയുമ്പോൾ അത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്താണ്. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ 2 സൈഡിലും കടകളാണ്, അറിയാലോ. അതിങ്ങനെ കടന്ന് പോകുമ്പോഴാണ് ടെമ്പിളിൻ്റെ റിയൽ ആയിട്ടുള്ള സ്ഥലത്തെത്തുന്നത്. ഇതാണ് ശ്രീ മംഗളാംബിക വിലാസ് കോഫി ഹോട്ടൽ. നോക്കൂ, അത് ടെമ്പിൾ പ്രൊമൈസിലാണ്, ടെമ്പിളിലേക്കുള്ള പാസേജാണിത്. ഇത് കുംഭേശ്വര ടെമ്പിളിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന പാസേജ്. അത് പാർട്ട് ഓഫ് ദ ടെമ്പിളാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് കയറാം. ശ്രീ മംഗളാംബിക വിലാസ്. ഇത് സിൻസ് 1914 ആണ്, അതായത് 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഇവരുടെ കടയിൽ നിന്നാണ് ഫിൽറ്റർ കോഫിയുടെ ഉത്ഭവം എന്നാണ് പറയുന്നത്. നയൻറ്റീൻ 40s ഇതിൻ്റെ ഒറിജിൻ, ഈ ഡിഗ്രി കോഫിയുടെ. ശ്രീ മംഗളാംബിക വിലാസ്. ഈ മംഗളാംബിക ഹോട്ടലിന് 2-3 പേരുണ്ട് കേട്ടോ. കോഫി ഹോട്ടൽ, കോവിൽ കട. കാര്യം ഇത് കോവിലിൻ്റെ അകത്താണല്ലോ, അങ്ങനെ പല പേരുകളാണ്. പക്ഷെ പുറത്തും ഇതേ പേരിൽ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ അത് ഇവരുടെ അല്ല. ഇതാണ് ഒതൻറ്റിക് ഷോപ്പ്, കോവിൽ കട.
ഫിൽറ്റർ കോഫി ഡിഗ്രി കോഫിയാ പിന്നെ എന്നാ கிடைக்கும் அல்லாது என்ன சாப்பிடுறீங்க கீ ரோஸ்ட் இருக்குது ஆனியன் கீ ரோஸ்ட் இருக்குது ஜவா நெய் கீ ரோஸ்ட் இருக்குது പ്ലെയിൻ ഗീ റോസ്റ്റ് கீ ரோஸ்ட் അത് ഒരു ഫിൽറ്റർ കോഫി ഇത് ഡിഗ്രി കോഫി ഓക്കെ കഴുകാനുള്ള വെള്ളമാണ് ഇല കഴുകുന്നത് നമ്മൾ ഇല വാഷ് ചെയ്യണം ഓക്കെ അതായത് തമിഴ്നാട്ടിൽ ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ടെമ്പിൾ സിറ്റിയായ കുംഭകോണം തഞ്ചാവൂർ ഇവിടെ എല്ലാ ഇങ്ങനത്തെ പഴയ റെസ്റ്റോറൻറ്റ്സിലും സ്ത്രീകളാണ് പല പ്രായത്തിൽ നല്ല പ്രായമായ ആൾക്കാരും അല്ലാത്തവരും ലേഡീസാണ് സർവീസിന് നിൽക്കുന്നത് മേശ തുടയ്ക്കുന്നതെല്ലാം എന്താണ് കാര്യം നിൽക്കുന്നത് പക്ഷെ അവർക്കൊരു തൊഴിലാകുമല്ലോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസാണ് രാവിലെ മുതൽ രാത്രി വരെ അവരിങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഞാനിപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ പോയി ഈ കാഴ്ച തന്നെയാണ് കണ്ടത് നോട്ടീസ് ചെയ്തൊരു കാര്യമാണത് ഗീ റോസ്റ്റ് പ്ലെയിൻ ഗീ റോസ്റ്റ് ഞാൻ പ്ലെയിൻ ഗീ റോസ്റ്റാണ് പറഞ്ഞത് കോഴി ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം പൊടി ഗീ റോസ്റ്റ് ഇങ്ങനെ വരും ഇത് ഭയങ്കര വലുതാ ഓക്കെ മടക്കിയൊക്കെ വെക്കണം ചമ്മന്തി നല്ല ക്രിസ്പി തിൻ നല്ല നെയ് ടേസ്റ്റ് നല്ല ക്രിസ്പി പ്യുവർ ഗീ പ്യുവർ ഗീ ആണ് ഒരു ചട്നിയും കൂടെ വരുന്നുണ്ട് അത് കാര ചട്നിയോ ടൊമാറ്റോ തമിഴ്നാട്ടിൽ കറങ്ങുന്ന സമയം ഇപ്പം സ്ഥിരം കഴിക്കുന്ന കാര്യമാണ് പൊടി ദോശ ഗീ റോസ്റ്റ് ഇഷ്ടമാണ് ഇതെല്ലാം റവ ദോശ ഓൾമോസ്റ്റ് എല്ലാ കടയിലും നല്ല ചട്നീസും നല്ല ദോശാസും അതായത് ഫേമസ് ഷോപ്സ് പണ്ട് തൊട്ടേ ഉള്ള കടകൾ നല്ല നെയ്യ് ഒറിജിനൽ നെയ്യുടെ ഒരു മണം ബട്ടർ ദോശാസും അതുപോലെ നല്ല ടേസ്റ്റ് സാമ്പാർ കൊടുക്കും പക്ഷെ ഞാൻ സാമ്പാർ കഴിക്കില്ലല്ലോ ഇവിടുത്തെ സാമ്പാർ നോക്കിയാൽ കടലയിട്ട സാമ്പാറാണ് ചെറിയൊരു മധുരം ഉടുപ്പി സാമ്പാർ പോലെ ഒരു അല്പം സ്വീറ്റ്നെസ്സും കൂടിയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു ഞാൻ സാമ്പാർ കഴിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു എങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് ചോറിൻ്റെ കൂടെ എല്ലാവരും സാമ്പാർ കഴിക്കുന്ന ആൾക്കാരില്ല അതുപോലത്തെ ഒരാളല്ല ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ സാമ്പാർ വട സാമ്പാർ ഇഡ്ഡലി അങ്ങനെയുള്ള ഒക്കേഷൻസിൽ അങ്ങനെ പലഹാരത്തിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല ഗീ റോസ്റ്റിന് ഇനി എൻ്റെ കോഫി വരും ഡിഗ്രി കോഫി കുംഭകോണം ഡിഗ്രി കോഫി താങ്ക് യു ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിക്കോഷൻ 2-3 ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷനിലുണ്ട് നല്ല ഭയങ്കര കോൺസെൻട്രേഷൻ പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞ ഡിഗ്രി ഒരു 3rd ഡിഗ്രി അതായത് ഈ ഡിഗ്രി കോഫി അതിൻ്റെ കൂടെ പാലെന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കാത്ത നല്ല കുറുകിയ പാല് നല്ലതായിട്ട് പതച്ച് അതങ്ങനത്തെ എന്നിട്ട് അത് ഒഴിച്ചിട്ട് പിന്നെ ആ പത ഇങ്ങനെ മേലെ തരും പിന്നെ കുറച്ച് ഡിക്കോഷൻ എക്സ്ട്രാ ഒഴിക്കും പിന്നെ എക്സ്ട്രാ പാല് ഈ ഡവറയ്ക്കകത്തുണ്ടാവും നല്ല ചൂട് ഇതാണ് സ്പെഷ്യൽ ഇവരാണ് ഇതിൻ്റെ തുടക്കക്കാർ പേപ്പർ താങ്ക് യു എനിക്ക് ചൂടാകും കഴിച്ചിട്ടേ സഹായിക്കുന്നു പാവം ഹെൽപ്പിങ് താങ്ക് യു ഭയങ്കര ചൂടായിരുന്നു അത് കാരണം ഇനി ഇങ്ങനെ കുറച്ചായിട്ട് ചൂട്
ആ അടിപൊളി, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, നല്ല ഫ്ലേവർ, കോഫി ഫ്ലേവർ. ഞാനൊരു കോഫി പേഴ്സൺ അല്ല, ചായ ഒട്ടുമേ ഇല്ല, കോഫി ഒക്കേഷനിൽ ഇതുപോലെയുള്ള അവസരങ്ങളിൽ. പക്ഷേ എനിക്ക് കോഫി ഫ്ലേവർ ഇഷ്ടമാണ്. മുട്ടായി കോപ്പിക്കൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. പുഡിങ്സ് അറിയില്ല, കോഫി പുഡിങ് എനിക്ക് ഇഷ്ടമാണ്. അതൊരു ശീലമല്ല, പക്ഷേ ഒതൻറ്റിക് ആയിട്ടുള്ള ഡിഗ്രി കോഫി, അത് കുംഭകോണം ഡിഗ്രി കോഫി. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പല കടകളും ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അതിൻ്റെ ഒതൻറ്റിക് പ്ലേസിൽ വന്നിട്ട് ഒറിജിൻ ചെയ്ത കടയിൽ നിന്നും കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. ചെറിയ ചൂടോടെ കുടിക്കുന്നതല്ലേ നല്ലത്. ഡിന്നർ കുശാലായിട്ട് നടന്നു. ഒരു ദോശയെ കഴിച്ചുള്ളൂ, കൂടുതൽ കഴിച്ചില്ല. ഇവിടെ വെങ്കലം, അതായത് ബ്രാസിലുള്ള ഗോൾഡൻ കപ്പ് ആൻഡ് ഡവറയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അതാ പണ്ട് തൊട്ട് അങ്ങനെയായിരുന്നു, ഇപ്പോഴും അതിൻ്റെ തന്നെ. നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു 10 വർഷം മുന്നേ വന്നപ്പോൾ ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ കുറേയൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. ശ്രീ മംഗളാംബിക വിലാസ്, ഇത് കോവിൽക്കട, അടിപൊളി. ഇവിടെ നമ്മൾ സീറ്റ് ഒഴിയാൻ നോക്കിയിരിക്കുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ പറയാൻ നിൽക്കുക. ഓണർ ഇപ്പോഴും ഉണ്ടോ? എത്ര വയസ്സിപ്പോൾ? 93. ഓക്കെ. ഇതിൻ്റെ ഓണർ 93 ഇയേഴ്സ് ഉള്ള ആളാണ്, ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആളാണെന്നാണ് പറയുന്നത്. ഫാൻസി സം ഡിഗ്രി കോഫി, ഇത് പണ്ട് വന്ന പത്രങ്ങളിലൊക്കെ വന്നാണ്. മംഗളാംബിക വിലാസ് കോഫി ഹോട്ടൽ. ആദി കുംഭേശ്വര ടെമ്പിൾ കോംപ്ലക്സിൻ്റെ അകത്താണ്, നാരോ ലെയിനകത്താണ് ഇത് ഒറിജിനൽ ഫസ്റ്റ് ഷോപ്പ്. ഇത് എങ്ങനെ വെച്ചാൽ ഓൾഡ് വേൾഡ്, അതായത് ഒരു ഓൾഡ് വേൾഡ് ചാമുള്ള ഹോട്ടലാണ്. ഒരു 100-110 വർഷത്തോളം പഴക്കം. ഫേമസ് ഡിഗ്രി കോഫി. രാജഗോപാലൻ അയ്യർ ആൻഡ് ഹിസ് വൈഫ് നീല, അവരാണ് ഓണേഴ്സ് ഓഫ് ദ ഹോട്ടൽ. ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള പാലാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഡിക്കോഷൻ ആണെങ്കിലും പല എക്സ്ട്രാക്റ്റ് എടുക്കും. ഡിഗ്രി കോഫിക്ക് ഫസ്റ്റ് ഫ്രഷ്ലി മെയ്ഡ് ഡിക്കോഷൻ, അത് ഫസ്റ്റ് എക്സ്ട്രാക്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കോഫി പൗഡർ, പിന്നെ ബോയിലിംഗ്, ഹോട്ട് വാട്ടർ, ഇങ്ങനെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ട് അവർക്ക്. അദ്ദേഹത്തിനൊരു കേരള കണക്ഷൻ ഉണ്ട്, അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഈ രാജഗോപാൽ അയ്യർസ് ഫാദർ BG ഹരിഹര അയ്യറാണ് ഇതിൻ്റെ തുടക്കം. അദ്ദേഹത്തിന് 14 വർഷമുള്ളപ്പോഴാണ് കുംഭകോണത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എവിടെയാണ്? കുംഭേശ്വര ടെമ്പിളിന് സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയാണിത്. പക്ഷേ ലോങ് ടേം ടെനൻസാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ. പക്ഷെ ഇവിടെ എല്ലാം വെൻറ്റേഴ്സും അങ്ങനെയാണ്. പക്ഷേ ഇതാ ഒരു ട്രഡീഷണൽ ഓൾഡ് ആ ഒരു കഫേ, അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ആ കുംഭേശ്വര ടെമ്പിളിലേക്ക് പോകുന്ന ആ റോഡാണല്ലോ ഇങ്ങനെ, ആ ഒരു നാരോ പാസേജ്. അപ്പോൾ എന്തായാലും കുംഭകോണം വന്നാൽ ഈ ഒരു സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാവരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ നേരെ പോയാൽ കുംഭേശ്വര ടെമ്പിളാണ്. അത് നമുക്ക് നാളെ പോകാം. ഓക്കെ, നാളെ രാവിലെ എഴുന്നേറ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിങ്ങനെ കടകളാണ്, ഇവിടുത്തെ ടപ്പട്ടം വരെ കടകളാണ്. ഇത് എൻ ബിറ്റ്വീൻ വരുന്നതാണ്. ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ. രാവിലെ നമ്മൾ വരുമ്പോൾ കടയൊക്കെ ഓപ്പൺ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. രാവിലെ വരികയാണെങ്കിൽ, ഏർലി മോർണിംഗ് വരികയാണെങ്കിൽ. പാത്രക്കടകൾ എന്തൊക്കെ ഇല്ലാത്തതോ നോക്കൂ. വലിയ വലിയ അണ്ടാവ്, ഇറ്റാലിയത്തിൻ്റെ ഇങ്ങനെ ഹോൾസെയിൽ, അതായത് കേറ്ററിംഗ്, ഹോട്ടൽ ഇൻഡസ്ട്രികൾ, ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഓഫ് പാത്രങ്ങളാണ് എല്ലാം. ഈ 2 സൈഡിലും കട. തഞ്ചാവൂർ ബൊമ്മയൊക്കെ ഇവിടെയുണ്ട്. നോക്കി തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ, 40 കിലോമീറ്റർ. ഇത് നടന്ന് പോയാൽ നമ്മൾ നേരെ ടെമ്പിൾ പ്രൊമൈസസിലേക്ക് കയറും. ജുവലറി ഷോപ്സ്, ഡാൻസിൻ്റെ ഒക്കെ ജുവലറി പോലത്തെ. ഇതെനിക്ക് തോന്നുന്നു അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള ജുവലറി ആകാം. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. നോക്കി മുഴുവൻ ഷോപ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഓസ്പീഷ്യസ് ഒക്കേഷൻസിലൊക്കെ, അതായത് കാതുകുത്ത്, വളക്കാപ്പ്, പിന്നെ എന്നാ ഒരു കല്യാണം, ഈ സമയത്ത് ഇത് കണ്ടോ, ഒരു കോണിക്കൽ ഷേപ്പിൽ ഇതിനകത്ത് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി വെക്കും. അതായത് അതിനവർ പറയുന്നത് പരിപ്പ് തേങ്ങാക്കൂട് എന്നാണ് പറയുന്നത്.
சீர் பருப்பு தேங்காய் கூட யூடியூப்ல வாட்ஸ்அப்ல போட்டா கும்பகோணம் ஸ்ரீ துர்கா ஸ்டோர்னு ஒரு ஆன்லைன்ல இருக்கு. ஸ்ரீ துர்கா ஸ்டோர் ഓൺലൈനിൽ അവർക്ക് பேசியிருப்பான். எது சொன்னீங்கனாலும் கொரியர்ல அனுப்புவோம். അല്ല ഇതിൽ ഏത് വേണമെങ്കിലും കൊറിയറിൽ അവർ അയച്ചു തരും. ശ്രീ ദുർഗാ സ്റ്റോർ ഇത് ഇവർക്ക് ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. ഫേസ്ബുക്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഉണ്ടോ? വാട്സപ്പിൽ ഈ നമ്പർ ഡോർ ഡെലിവറി ഇട്ട് തരും. ശ്രീ ദുർഗാ സ്റ്റോർ. അപ്പോൾ ഇത് ഇവരുടെ ഈ കുംഭകോണത്തിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഈ പലഹാരം. അതാ പറഞ്ഞല്ലോ. ഇത് എന്നാ ഫേമസ്? ഇത് തമിഴ്നാട്ടിൽ ഇത് ഓ കരിങ്കാലി നമ്മുടെ റോളർ. ഇത് എന്നാ ഇപ്പടി കളർ? பூரி சப்பாத்தி எல்லாம் போகிறோம், புரோட்டாலாம் போகிறோம். நாதஸ்வரம் வாசிக்கிறது கருங்காலி மரம். കരിങ്കാലി മരമാ? கருங்காலி மரம் இன்ஸ்ட்ருமெண்ட் மரம். കറുത്ത തടിയാ? கருங்காலி மரம். കരിങ്കാലി മരത്തിൻ്റെ തടി വെച്ചുണ്ടാക്കുന്ന റോൾ പിൻ. ഓ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. തൈര് മത്തം എല്ലാം ഉണ്ട്. കറുത്ത കളറാണ് കേട്ടോ. ഓഹോ ഇതൊക്കെ എന്നാ വില? 300 രൂപ ഈ റോൾ പിന്നെ. നല്ല രസമുണ്ട്. കരിങ്കാലി മരം എന്നാണ് പറഞ്ഞത്. ഫേമസ് ഫേമസ് ഫേമസ്. ഇതെന്നത്? ഓ 70 രൂപ. ഇത് വെച്ചിട്ട് എണ്ണ തടവാനോ ദോശക്കല്ലിൽ? ആ തുണിയില്ലാതെ ചെയ്യാൻ പറ്റും അല്ലേ? തുണി വേണ്ടാന്ന്. ഓ അത് കൊള്ളാലോ. കരിങ്കാലി വെച്ച് ഇത് വെച്ചിട്ട് ഇത് 70 രൂപ കൊടുത്ത് മേടിച്ചാൽ ഇങ്ങനെ എണ്ണ വരട്ടുന്നത് ദോശയ്ക്ക്. തുണി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാം കേട്ടോ, വാങ്ങിക്കാം. ഒരെണ്ണം തരുമോ? ഓക്കെ. ഇതെല്ലാം പുതിയ പുതിയ സാധനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതൊക്കെ എന്നാ? ரசம் வைக்கிறது இங்க மேனுஃபேக்சர் കാണിച്ചോ. ரசம் டேஸ்ட் அப்படி இருக்கும். ஹெல்த். ഇത് എന്നാ മെറ്റല്? சில்வர் ஈயம். സിൽവർ ഈയം. ഓഹോ. ഇതിന് എന്നാ വില പറഞ്ഞേ? രസം 2000 രൂപ തൊട്ട് തുടങ്ങുന്നു. ഇത് 2000-ആ? 2000 രൂപയുടെ പാത്രം സിൽവർ ഈയം. ഇതിൽ രസം ഉണ്ടാക്കുമോ? അത് രസം ഉണ്ടാക്കിയിട്ട് ഇതിൽ വെക്കും. ഡയറക്റ്റ് രസം അടുപ്പിൽ വെച്ച് ചെയ്യാം. ആഹാ നമ്പർ 1 ടേസ്റ്റ് ആയിരിക്കും എന്നാ പറയുന്നത് ഇതിൽ രസം ഉണ്ടാക്കിയാൽ. വെള്ളി ഈയം അല്ലേ? വെള്ളി ഈയം 2000 രൂപ കേട്ടോ ഈ ഒരു ചെറിയ പാത്രത്തിന്. സ്റ്റാർട്ടിങ് ഫ്രം ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 7000 രൂപ വരെ വിലയുള്ളതുണ്ട്. 5000 റുപ്പീസ് ഒക്കെ ആകും എന്ന് പറയുന്നത്. ഈ ഒരു ചെറുതിന് പോലും 2000 ആകും. പക്ഷെ അത് വേറെ ലെവലാണെന്നാണ് പറയണേ ഈ രസം. ഇതൊക്കെ കുംഭകോണം സ്പെഷ്യൽ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇനിയും കാണാൻ എന്തോരം കാര്യങ്ങളുണ്ട്. ഇത് പരിപ്പ് തേങ്ങ കൂട്ട് എന്ന് പറയുന്ന ഇത് പലഹാരമാണിത്. പക്ഷെ അത് കുക്ക് ചെയ്യുന്നൊന്നുമല്ല, അതല്ലാണ്ട് പൊടിയായിട്ട് പരിപ്പ് തേങ്ങ അതെല്ലാം കൂടി വെച്ചിട്ട് അല്ലേ, പിന്നെ പൊട്ടുകടല എല്ലാം കൂടെ പൊടിച്ചിട്ട് എല്ലാം കൂടെ ചെയ്യുന്നത്. ഇത് സ്വീറ്റ് ട്രീറ്റാണ്. ഇത് സീർ സെറമണീസ്, ഓസ്പീഷ്യസ് വെഡ്ഡിങ്സ്, ഹൗസ് വാമിങ് എല്ലാം. ഇതിൻ്റെ അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ കപ്പിളിന് നല്ല ഐശ്വര്യം വരും എന്നാണ്. ഇങ്ങനെ കൊടുത്താൽ അവരെ ബ്ലെസ് ചെയ്യുന്ന പോലെയാണ്. ബ്ലെസ്സിങ്സ് ആൻഡ് പ്രോസ്പെറിറ്റി. കോൺ ഷേപ്പ് തന്നെ വേണമെന്നുണ്ട്. പിന്നെ 2 പെയർ ഓഫ് കോൺസ് വേണമെന്നുണ്ട്, സിംബലൈസ് ചെയ്യുക കപ്പിൾ. പിന്നെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടുകടല, ബൂന്തി ലഡു, കടല മിഠായി, അത് മനോഹരം, ഇതെല്ലാം കൂടി സ്വീറ്റ് ഐറ്റംസ്. അതെല്ലാം വേണമെങ്കിൽ ഈ കോൺസിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. കൽച്ചട്ടി. കൽച്ചട്ടി തെരിയും. ഇതെല്ലാം അവിടെ കിട്ടും. இது வந்து கும்பகோணம் டிகிரி காபி டபரா செட் മാനുഫാക്ചർ നമ്മുടെ ഡിഗ്രി കോഫിയുടെ கும்பகோணம் மேனுஃபேக்சர். இங்க my own product. ഓ ഓൺ പ്രൊഡക്ഷൻ. കൊള്ളാലോ. ഇത് എന്നാ വില? സെറ്റ് ഹെവി ക്വാളിറ്റി, നല്ല ഹെവിയാണ്. 250 இருக்கு. லைட் வெயிட் 250. ഇത് ഹെവി ക്വാളിറ്റി 350. നല്ല ക്വാളിറ്റി വേണമെന്നാ உங்களுக்கு. ഓക്കെ. ഡോർ സ്റ്റെപ്പിൽ വേണമെങ്കിലും റേറ്റ് കമ്മിയാ കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ തരാന്നാ പറയാം. 350 രൂപയാണ്. 250ക്ക് തരുവാ? ഓക്കെ. ഞാൻ നാളെ രാവിലെ കാലയിലെ വരുമ്പോൾ വാങ്ങാം. ഓക്കെ. അപ്പൊ 250 രൂപയ്ക്ക് വേണമെങ്കിൽ തരും. ശ്രീധർ എനിക്കറിയാം, തരും. ഇത് കോണിക്കൽ ഷേപ്പിൽ ഇത് വലിയ പല സൈസിലുള്ളതുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പും ഉണ്ട്. ഇതെന്നാ? കോലം. കോലം ഇടുന്നത് അതിൻ്റെ അച്ചാണ്. ഇത് ബൂന്തി ഉണ്ടാക്കാൻ പറ്റിയ
ലഡു ബൂന്തിയൊക്കെ ഇതിനകത്ത് മരപ്പാച്ചി ബൊമ്മയാ ഓ മരബൊമ്മ വുഡൻ ടോയ്സ് അത് തന്നെ ഫേമസാ ഓക്കെ ഓക്കെ ഫേമസ് കാര്യങ്ങളാണ് മരബൊമ്മ ഓക്കെ അത് ഇടിയപ്പം ഇത് സേവ് കൽക്കട്ട ഓക്കെ 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 ഇന്നിപ്പം ലേറ്റ് ആയല്ലോ അത് കാരണം അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഓക്കെ സൗകര്യമായിട്ട് വരാം ഓക്കെ അപ്പോൾ ബൂന്തി ഉണ്ടാക്കുന്നതും മേടിച്ചു ഇപ്പോൾ തൽക്കാലം പോയിട്ട് വരാം ഓക്കെ ഓക്കെ ഇപ്പോൾ കട അടയ്ക്കുന്ന സമയമായി ടൈം ആയിട്ട് ഇനി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല രാവിലെ അമ്പലത്തിലേക്ക് വരാം ഇത് സ്വാമിക്കുള്ളതാ ഓക്കെ ഇത് സ്വാമിക്കുള്ള ഡൊണേഷൻസാണ് ഓക്കെ അവിടെ കൊണ്ട് സമർപ്പിക്കും അല്ലേ കോവിലേക്ക് ഓ നൈസ് ഫുൾ ജുവലറി സെറ്റ് കിരീടം ടെമ്പിൾ ജുവലറി ഇത് ഭഗവാൻ അകത്ത് കൊടുക്കാനാണ് നമ്മൾ ഈ പൂവൊക്കെ കൊണ്ട് കൊടുക്കില്ല അതുപോലെ ചില അമ്പലങ്ങളിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പട്ട് സാരി കൊടുക്കും അതുപോലെ നോക്കെ കുറേ ഉണ്ട് ക്രൗൺ കിരീടം സോ നൈസ് ഇതെല്ലാം ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കോവിൽ ഇതെല്ലാം അമ്മനുക്കാ ഇത് ശരിക്കും ഒരു റോയൽ ദേവിക്ക് ചാർത്തുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ അപ്പോൾ അതാണ് ഇവിടെ ഈ ഷോപ്പിൽ അതാണ് അപ്പോൾ ഡിവോട്ടീസ് ഇത് പർച്ചേസ് ചെയ്തിട്ട് ടെമ്പിളിൽ കൊണ്ട് കൊടുത്തിട്ട് പോകും നേർച്ച പോലെ നോക്കിക്കോളൂ ഇതെല്ലാം തന്നെ ഓൾ ടെമ്പിൾ ജുവലറി എവറിത്തിങ് ഗോൾഡിനുള്ളതാണ് ഗോൾഡ് അത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ടൈം പല ടെമ്പിൾ പ്രൊമൈസസിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു ഷോപ്പ് ഇതെല്ലാം ടെമ്പിൾ ജുവലറി ഭഗവാനുള്ളതാണ് ഭഗവാൻ ഭഗവതിക്കുള്ള ജുവലറിയാണ് അപ്പോൾ ഡിവോട്ടീസ് മേടിച്ചിട്ട് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊടുക്കും അയ്യോ ഈ പശുവിൻ്റെ ഭംഗി നോക്ക് ഇവിടെ റോഡിൽ മുഴുവൻ പശുക്കൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ രാത്രിയും പകലും ഒക്കെ അയ്യോ സൂക്ഷിച്ച് നടക്കണം വാഹനങ്ങൾക്ക് ഒരു പ്രത്യേകതയാണ് ഇവിടെ ഒരു കെയോസാണ് ട്രാഫിക് ഒന്നുമില്ല പ്രത്യേകിച്ച് 2 വീലേഴ്സ് 4 വീലേഴ്സ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അകത്തെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രൊമൈസസിലെ കടകൾ അടച്ചു തുടങ്ങി പക്ഷെ പുറത്തൊക്കെ സജീവമാണ് രാത്രി 10-11 മണി വരെ ഓപ്പൺ നടന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാം നല്ല കളർഫുൾ ലൈവ്ലി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ പൂക്കടകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാരം പൂവ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറേ കടകൾ പൂജാതി കാര്യങ്ങൾ രാത്രി ഇതേ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ രാത്രിയായിട്ടും ഇവിടെ പൂ കെട്ടൽ നടക്കുന്നുണ്ട് ആൾക്കാർ വാങ്ങാനുണ്ടെന്നോ മനസ്സിലായല്ലോ രാത്രിയാണെങ്കിലും അപ്പോൾ കുംഭകോണം നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു രാത്രിയായി അപ്പോൾ ഇവിടെ ഒരു ഓട്ടോ ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കയറുന്നു തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ് നാളെ രാവിലെ മുതൽ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു തുടങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് വിശേഷങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ കുംഭകോണം ലവ് യു ഓൾ ഇനിയുള്ള വീഡിയോസിൽ ബാക്കി വിശേഷങ്ങൾ